യെസ്, 2026 SSC GD പരീക്ഷ നടക്കാൻ ഇനി ഏകദേശം 23 ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്, എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളാ പഠിത്തത്തിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ, പേടി ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ന്യൂസുകൾ ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട്. ആ എയറിൽ നിൽക്കുന്ന ന്യൂസുകളെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും പേടിയുള്ള കാര്യമല്ല, നിങ്ങൾ ഇതിലൊന്നും കൺസേൺഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, അയ്യോ എനിക്ക് പേടിയുണ്ട്, എന്തോ സ്ലോട്ട് സെലക്ഷൻ വരുന്നുണ്ട്, സ്ലോട്ട് സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടൂല, കുറേ ആൾക്കാർക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല, എനിക്കത് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാണ്ടായി പോവും, അതുകൊണ്ട് പഠിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മൊത്തമായിട്ട് സമാധാനമായി കാണുക. പകുതി കണ്ടിട്ട് പോവരുത്. ഓക്കെ, മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ട് സമാധാനമായിട്ട് കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. നിങ്ങൾ എവിടെയും പോയി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ഒരു വർഷം phase 13 നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് phase 13 SSC നടത്തിയപ്പോൾ കൊല്ലത്തുള്ളവന് അങ്ങ് മംഗലാപുരത്ത് കിട്ടി, കോഴിക്കോടുള്ളവന് തിരുവനന്തപുരം കിട്ടി, തിരുവനന്തപുരമുള്ളവന് ഉടുപ്പി കിട്ടി. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാതെ പരീക്ഷൻ്റെ ഡേറ്റും അതുപോലെ സെൻറ്ററും വന്നപ്പോൾ SSCക്ക് നല്ല തെറിവിളി കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് SSC എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്ലോട്ടുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലേ, ശനിയാഴ്ച 3 മണീൻ്റെ ഷോ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഏത് പരീക്ഷ ഏത് ദിവസമാണ് വേണ്ടതെന്നും ഏത് സെൻറ്ററാണ് വേണ്ടതെന്നും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നു. ഓക്കെ, അതും കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തു, ഇത്രയും നാൾ വർക്ക് ചെയ്തു. അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. ആ സ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം തുടക്കത്തിലൊക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുമായിരുന്നു, അത് ദിവസം കിട്ടി. പക്ഷെ അവസാനത്തേക്ക് സ്ലോട്ട് സെലക്ഷന് വന്ന ആൾക്കാർക്ക് അവർ കൊടുത്ത ഡേറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. അതായത് അവസാനമാണ് സ്ലോട്ട് സെലക്ഷൻ കൊടുക്കുന്നത്. 2 ദിവസം മുന്നെയാണ് ഇതിൻ്റെ സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ 2 ദിവസത്തിന് ശേഷമാണ് കൊടുത്തത്. നിങ്ങൾ കൊടുത്ത ഡേറ്റിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടാവും. ചില സ്ലോട്ടുകളൊക്കെ ക്യാൻസൽ ആവാനുള്ള സാധ്യത, ആളുകൾ കുറവുള്ള സ്ലോട്ടാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വേറെ സ്ലോട്ടുകളിലേക്ക് മാറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അതായത് ചില ദിവസം, ഇപ്പോൾ അവസാനത്തെ ദിവസമൊന്നും ആരും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയായി. അവസാനത്തെ ദിവസം ആർക്കും വേണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആർക്കും വേണ്ട, അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ചിലർക്കൊന്നും അവർ കൊടുത്ത ഡേറ്റ് കിട്ടാതെ വന്നു. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ആ സ്ലോട്ട് നിങ്ങൾ കൊടുത്തില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് സ്ലോട്ട് സെലക്ഷൻ കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല. കാരണം നമ്മളൊരു പരീക്ഷ എഴുതുകയാണ്, അതിനോട് അത്രത്തോളം ആത്മാർത്ഥത കാണിക്കണം. സ്ലോട്ട് സെലക്ഷനൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടാവണം. അഥവാ മറന്നുപോയി എന്ന് വിചാരിക്കും. മറന്നുപോയാലും SSC നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങോട്ടെങ്കിലും അസൈൻ ചെയ്യും. അത് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമോ ആവണം നിർബന്ധമില്ല. നമുക്ക് കേരളത്തിലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. ഇല്ലെങ്കിൽ ഇവിടെ തീരെ സ്ഥലമില്ല എന്നാണെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായി അസൈൻ ചെയ്യുന്ന ഒരു പരിപാടി ഇത്രയും കാലം നടന്നിട്ടുണ്ട്. ഇനി അതൊരു പ്രശ്നമാണ്. അതായത് ഇങ്ങനെ ഓരോ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ ബ്ലാങ്ക് ആയി പോകുന്നുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് SSC ഒരു കാര്യം ചെയ്തു. ഇനി മുതൽ MTS മുതൽ നിങ്ങൾക്ക് ദിവസം സെലക്ട് ചെയ്യാൻ പറ്റൂല, പകരം നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് അങ്ങ് തന്നു. ഇപ്പോൾ നമുക്ക് GD പറ്റി പറയാം. GD നടക്കാൻ പോകുന്ന 23-ാം തീയതിയാണല്ലോ. ഇപ്പം ഞാനാണ് SSC എന്ന് വിചാരിക്കുക. ഞാൻ പറയാണ്, ഈ വരുന്ന 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഫസ്റ്റ് സ്ലോട്ട്, ഈ ഫസ്റ്റ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 21 മുതൽ 28 വരെയുള്ള ഏത് ഡേറ്റ് ആണോ എനിക്ക് നിങ്ങൾക്ക് തരണം തോന്നുന്നത് അത് ഞാൻ തരും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ എക്സാം എഴുതാമെന്നാണെങ്കിൽ 21 മുതൽ 28 വരെയുള്ള ഡേറ്റ് കൊടുക്കുക. ഇനി അതല്ല, സെക്കൻഡ് ബ്ലോക്ക് ഉണ്ട്. സെക്കൻഡ് ബ്ലോക്ക് മാർച്ച് 1 മുതൽ മാർച്ച് 5 വരെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഈ ഒരു സമയത്താണ് പരീക്ഷ എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ പരീക്ഷ അസൈൻ ചെയ്ത് തരും. സെൻറ്ററും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ള പ്രശ്നം MTSകാർക്ക് പറ്റിയെന്താണെന്ന് വെച്ചാൽ അവർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഇതെന്ത് ചെയ്തില്ല, എടുത്ത് നോക്കിയില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പല ബ്ലോക്കുകളും തീർന്നുപോയി. കാരണം ആളുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫില്ലായി അത് തീർന്നു പോകും. പിന്നെ കുറച്ച് ബ്ലോക്കുകൾ മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടി കുറച്ച് ബ്ലോക്കുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ലോട്ട് സെലക്ഷൻ വരുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഇന്ന സമയം വേണമെന്ന് തീരുമാനിച്ചിട്ട് അന്നേരം തന്നെ കൊടുക്കുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി MTSൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മളോട് പറഞ്ഞു നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ
നിങ്ങൾ ആദ്യ സ്ലോട്ട് സെലക്ട് ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയും കൂടെ വിൻഡോ ഓപ്പൺ ആക്കി തരാം. നിങ്ങൾ ഒന്നുകൂടെ സ്ലോട്ട് സെലക്ട് ചെയ്യണം. 2 തവണ പറഞ്ഞു. ആദ്യം ഒന്ന് സ്ലോട്ട് സെലക്ഷനുള്ള ഓപ്ഷൻ തന്നു, രണ്ടാമതായിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാൻ ഒരു തവണയും കൂടെ SSC KKR അവസരം തന്നിട്ടുണ്ടായിരുന്നു. ഈ 2 അവസരങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ, 2 തവണയും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് അല്ല എന്നാണ് അവർ കരുതുക. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ആക്റ്റീവ് അല്ല, എക്സാമിന്റെ പ്രൊസീജിയർ ഫോക്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യോ അയാൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുകയും ഇല്ല എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു. ഓക്കെ, ഇത് ഈ MTSനാണ് ആദ്യമായിട്ട് ഇങ്ങനെ വന്നത്. അതിന് മുന്നേ വരെയുള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? എക്സാം എഴുതാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടുണ്ടോ? ഇല്ല. ഈ MTS ഇപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ MTS നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സോഴ്സസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ഒരുപാട് ആളുകളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യാൻ SSC കഴിയില്ല. അപ്പോൾ സ്ലോട്ട് സെലക്ഷൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിക്കപ്പെടും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് SSCക്ക് ഒരു മെയിൽ അയച്ചേക്കുക. MTSകാരോടാണ് പറയുന്നത്. ഇനി GDന്റെ കേസിൽ വരുമ്പോഴും ഇതേ കാര്യം തന്നെ അവർ പറയും. അതായത് നിങ്ങൾ സ്ലോട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് അവർ പറയും. എടാ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ? ഇല്ല. അതോർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരില്ല. ഇതും എന്ത് തന്നെയാണ്? ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്ലിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ടിക്ക് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ വേറെ പരീക്ഷയൊന്നും എഴുതണ്ട. വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് ഇന്ന ഡേറ്റ് വേണം ഒരു സെലക്ട് ചെയ്താൽ മതി. അത് ഞാൻ പറയും ഏത് ഡേറ്റ് വേണം എന്നല്ല, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ സ്പോട്ടിൽ, എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ആ സ്പോട്ടിൽ ഞാൻ പറയും. നിങ്ങൾ ഈ ചാനലിന്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. ഇതിനകത്തൊരു വീഡിയോ വരുമ്പോൾ അന്നേരം തന്നെ എടുത്ത് നോക്കുക, അത് സെൽഫ് സ്ലോട്ട് ആണോ, അതാണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടാവും. അത് കണ്ട് അത് നോക്കി അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾ പാനിക് ആവരുത്. ഇത് ആലോചിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത് എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം വരാൻ പോകുന്നത് 10-ാം തീയതിക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 5-ാം തീയതിക്ക് ശേഷമുള്ള സമയത്താണ് നിങ്ങൾക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ആ സമയം ആകുമ്പോഴേക്കും ഞാനൊരു വീഡിയോ ചെയ്യും. വീഡിയോയിൽ പറയും നിങ്ങൾ ഈ സമയത്ത് സ്ലോട്ട് സെലക്ട് ചെയ്യണം, ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, ഈ സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം ഏതാണോ അത് നോക്കി കൊടുക്കുക. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇത് ആർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വെറുതെ ഫോൺ എടുത്തിട്ട് നമ്മൾ വെറുതെ ഒരു ബോക്സ് ടിക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായി പറഞ്ഞു തരും. ആർക്കും ചെയ്യാൻ പറ്റാതെ ആയി പോവില്ല. ചെയ്യാൻ പറ്റാതെ ആയി പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആരാ? എക്സാം അപ്ലൈ ചെയ്തു, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ പരീക്ഷ എഴുതരുതെന്ന് തന്നെയാണ് സത്യത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്തിനങ്ങനെ? നമ്മൾ എക്സാം അപ്ലൈ ചെയ്തു, പഠിക്കുന്നില്ല, ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നോക്കുന്നില്ല, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർ പോയിക്കോട്ടെ, നമുക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടല്ലേ ചെയ്യുക. അവർ ആക്ച്വലി കോമ്പറ്റീഷൻ പോലും അല്ല, ചുമ്മാ പരീക്ഷ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഔട്ടായി പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഔട്ടായി പോയിക്കോട്ടെ. അവർ ചിലപ്പോൾ എക്സാം നിങ്ങൾ സ്ലോട്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എഴുതിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കൂട്ടത്തിൽ ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കൂട്ടത്തിൽ ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾ ഇതിനെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, പരീക്ഷനെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളെ ഭാവിയെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്ലോട്ട് സെലക്ഷൻ വരുമ്പോൾ ഞാൻ പറയാം, അന്നേരം എന്ത് ചെയ്താൽ മതി? കയറി അങ്ങ് സ്ലോട്ട് സെലക്ട് ചെയ്താൽ മതി. ഇനി അതിൽ സ്ലോട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിലൊന്നും യാതൊരു ഉറപ്പുമില്ല. SSC ആണ്. SSC അതിൽ പല മാറ്റങ്ങളും വരുത്തും. ഇപ്പോൾ MTS തന്നെ നമുക്ക് കണ്ടറിയാം. MTSൽ പറഞ്ഞിരിക്കുന്നത് സ്ലോട്ട് സെലക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നാണ്, എക്സാം അപ്പിയർ ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ഇപ്പോഴും പല വെബ്സൈറ്റുകളിലും, SSCന്റെ തന്നെ വെബ്സൈറ്റുകളിലും നമ്മുടെ സിസ്റ്റം പഴയത് തന്നെയാണ് കിടക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായി അസൈൻ ചെയ്യുന്ന സിസ്റ്റം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇനി അത് ഇത്ര വലിയ ഭീകര കാര്യവുമല്ല, വളരെ ചെറിയൊരു കാര്യമാണ്. അതിനെ ഭയങ്കര ഭീകരമാക്കിയിട്ട് ഇനി ആർക്കും ലോകത്ത് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കാണുമ്പോൾ അതിനെ നിങ്ങൾ കണ്ടോ, കാണുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതെന്ത് ചെയ്യുക, അങ്ങ് ഒഴിവാക്കി വിട്ടേക്കുക. അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങളൊരു 10 മിനിറ്റ് അനാവശ്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഓർത്തോളൂ. അപ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പരീക്ഷ എഴുതാൻ കഴിയില്ലേ? പരീക്ഷ എഴുതാൻ കഴിയും, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും.
നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഭീകര കാര്യമൊന്നുമല്ല. ഇനി ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട കാര്യമല്ല, എന്നാൽ പോലും ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട് അല്ലേ? ഓൾ കേരള മോക്ക് ടെസ്റ്റിന്റെ 3ാമത്തെ സെറ്റ്, അതായത് 3ാമത്തെ മോക്ക് ടെസ്റ്റ് ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ 2 ഗ്രൂപ്പിലായിട്ട് ഏകദേശം 2400 ആൾക്കാരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഗ്രൂപ്പിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യരുത്. പുതിയ ആളുകൾ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഈ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ആയി വരും. സമയം മറക്കരുത്, രാത്രി 7 മണി മുതൽ 10 മണി വരെ, ശനിയാഴ്ച രാത്രി 7 മണി മുതൽ 10 മണി വരെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അവസരം ഉണ്ടാവുക. ഈ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1000-ലധികം കുട്ടികൾ കേരളത്തിൽ നിന്ന് എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതിന്റെ റാങ്കും റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 300 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ സ്ഥാനം എത്രയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും ഈ ഒരു പരീക്ഷ എഴുതുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ലോട്ട് സെലക്ഷൻ ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, സിലബസ് മാറും എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, നമ്മളെ പേടിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ മാറ്റി വെക്കുക. സ്വന്തമായിട്ട് കണ്ണും പൂട്ടി ധൈര്യം പഠിക്കുക, പഠിത്തത്തിന് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ പഠിക്കുകയൊന്നും ചെയ്യാണ്ട് സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് പരീക്ഷ എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അനാവശ്യമായി പേടി തോന്നുന്ന കാര്യങ്ങളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് ടെൻഷനാണ്, ടെൻഷൻ മാറുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട്, കുറേ ലൈവും കുറേ ക്ലാസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ അങ്ങ് മറന്നു പോയിക്കോളും. കാരണം അവിടെ വേറെ വലിയ ടെൻഷൻ വരും. അയ്യോ ഈ ടോപ്പിക്ക് പഠിച്ചില്ലല്ലോ, ആ ടോപ്പിക്ക് പഠിച്ചില്ലല്ലോ, അങ്ങനെയുള്ള നല്ല പേടികൾ വരും. ആ നല്ല പേടികൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റേ പേടികളൊക്കെ ഓട്ടോമാറ്റിക്കായി മറന്നു പോയിക്കോളും. അങ്ങനെ നന്നായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. ഇനി വരുന്ന ഒരു 23 ദിവസം നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ 3 ഓഫ്ലൈൻ സെന്ററുകളുടെയും നമ്മുടെ സക്സസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഒരുപാട് കുട്ടികൾ, ഏകദേശം 65ഓളം കുട്ടികളെ നമുക്ക് കഴിഞ്ഞ വർഷത്തുനിന്ന് ലിസ്റ്റിലേക്ക് എത്തിക്കാനും ജോലിയിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണ അത് സാധിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സ് വെക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഇനിയുള്ള 23 ദിവസം നല്ല കട്ടിയായിട്ട് തന്നെ പണിയെടുക്കുക. അതിനെന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്.